ഉത്തരയായിട്ടുള്ള എൻ്റെ സൗഹൃദം ഏതെങ്കിലും രീതിയിൽ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയണം. എന്നോട് സംശയരോഗിയായിട്ട് കാണാണോ? അല്ല, അങ്ങനെയൊന്നും താൻ അധപ്പതിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അല്ല, എന്നാലും ചെറുതുണ്ടല്ലോ, ഈ കുറുമ്പ്, കുട്ടിക്കുശുമ്പ്. ഞാനിരിക്കുമ്പോ ഹരി എന്നെ ഓർത്തോ? ഞാനിവിടെ വിളമ്പ് വെച്ച് ഹരിയെയും കാത്തിരിക്കണമെന്ന് ഓർത്തോ? സോറിടോ, ഞാനങ്ങ് വിട്ടുപോയി. റിയലി സോറി. എടോ, നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഉണ്ടല്ലോ, ഉത്തരയാണ് അതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് ഇഷ്ടമല്ല എന്ന് താൻ പറഞ്ഞ, എടോ, ഇപ്പം ഈ നിമിഷം നമ്മൾ ആ പ്രൊജക്റ്റ് തന്നെ വേണ്ടാന്ന് വെക്കും. എന്തിന്? ഞാനിപ്പോ അതാണോ പറഞ്ഞേ? ഹരിക്ക് 100,000 സുഹൃത്തുണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അതില് ഒരുപാട് പെണ്ണുങ്ങളുണ്ടായാലും എന്നെ അത് ബാധിക്കില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ ചില പരിഗണനകളുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോ എന്റെ നേർക്കുള്ളൊരു നോട്ടം, ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോ എന്നോടൊരു ചോദ്യം. ഇതൊക്കെ ഏത് പെണ്ണുങ്ങളും ആഗ്രഹിക്കാത്തെ? ഇനി ആവർത്തിക്കില്ല. അതെ, ഞാനും ഈ ദാമ്പത്യ ജീവിതത്തിൽ അംഗൻവാടിയിലെത്തിയതേ ഉള്ളൂ. ഇനി പഠിച്ച് പഠിച്ച് മുന്നേറണം. പിന്നെ പ്രൊജക്ട് നിർത്താനുള്ള മാർഗങ്ങളൊന്നും ചിന്തിക്കല്ലേ? എനിക്ക് എന്താ? കഴിക്ക്. ഇത് കൊള്ളാലോ. ആ, ഇതാണ് ക്വൈക്കർ ഓട്സിന്റെ മാജിക്. ക്വിക്കർ ഓട്സോ? ദോശയല്ലോ? ആ ശരിക്കും? ക്വിക്കർ ഓട്സേ ആരോഗ്യത്തിന് വളരെ നല്ലതാ. പ്രോട്ടീനിനാലും ഫൈബറിനാലും സമ്പുഷ്ടമാണ് നമ്മുടെ ക്വൈക്കർ ഓട്സ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാ. ശരി, ഞാനത് ഔദ്യോഗികമായി അംഗീകരിച്ചു. അടുത്ത പരീക്ഷണം എന്താണാവോ? എന്റെ ഓട്സും കേരള ഇന്നോവേഷൻസും വന്നോട്ടെ. അപ്പൊ നിങ്ങളൊന്ന് ഞെട്ടും. കഴിക്ക്. എടോ, താൻ വിശന്ന് കിടക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലടോ. സോറി കേട്ടോ. അതൊക്കെ ഇത്രയേ ഉള്ളൂ, ഒരു സോറി. ചുമ്മാ ഒരു തോളിത്തട്ടൽ. പ്രശ്നങ്ങളൊക്കെ ആ വഴിക്കങ്ങ് പൊക്കോളും. ഞാനിപ്പോ ഹാപ്പിയാ. ഇല്ല, ഞാൻ ജ്യോതിയുടെ വീട്ടിലേക്കൊന്ന് പോവാ. എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല, എനിക്ക് രാവിലെ തന്നെ അവളെ ഒന്ന് കാണണമെന്ന് തോന്നി. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും ഞാനൊന്ന് പോയിട്ട് വരാം. അല്ല സുജാതെ, ആ കമ്പനിക്കാരൊക്കെ വരുമ്പോഴേ
നമ്മളൊക്കെ ഒപ്പിടാനുള്ളതാ അവരുടെ പേപ്പറിൽ. അല്ല വൈകത്തില്ലല്ലോ. ഇല്ല, ഞാൻ പെട്ടെന്ന് വരാം രാമകൃഷ്ണേട്ടാ. ഓ ആന്റി, ജ്യോതിയുടെ വീട്ടില് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമല്ലേ ഹരി, പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. ആ. എന്നാ ആന്റി വാ, ഞങ്ങൾ ആദ്യം ആന്റി ജ്യോതിയുടെ വീട്ടിലേക്ക് വിടാം. എന്നിട്ട് അതുവഴി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാം. ആ, വേണ്ട വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എന്നെ അമ്പലത്തിനടുത്തുള്ള ആ ബസ് സ്റ്റോപ്പിൽ വിട്ടാ മതി. ഞാൻ അവിടുന്ന് പൊയ്ക്കോളാം. വേണ്ടമ്മേ, ഞങ്ങള് വരാന്ന് പറഞ്ഞില്ലേ? ഒരു നല്ല കാര്യത്തിന് പോവാൻ നിൽക്കുകയല്ലേ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് വന്നാ മതി. അല്ല ഹരി, ഈ വരുന്നവര് എത്ര പേരുണ്ടാവും? അതറിയില്ല. അല്ല ഈ മറ്റേ കഴിക്കാനോ മറ്റോ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ആ, ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാ നമുക്ക് ഇറങ്ങാം ആന്റി. ആ, ഇറങ്ങാം. അല്ല പിന്നെ ഈ ആസാമി, അല്ല ഈ സാമി എന്ന് പറഞ്ഞ ആളെ എനിക്ക് കണ്ടറിഞ്ഞൂടല്ലോ നേരിട്ടേ. ഇനി വേറെ വല്ല കോലത്തിലും വന്ന് കേറുവോ? പിന്നെ ഇത്രയും വലിയ കമ്പനിയുടെ ഫിനാൻസ് ഓഫീസേഴ്സ് ഒക്കെ പിച്ചക്കാരുടെ വേഷത്തിൽ വരികയല്ലേ? പിച്ചക്കാരനാ? അല്ല, ഇനി ഇപ്പൊ ആരെങ്കിലും അങ്ങനെ വന്നാൽ തന്നെ ഇങ്ങോട്ട് കയറ്റണ്ട, തീർന്നില്ലേ? ഓ എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. ഓ വാ ആന്റി. ആ, ആ ശരി എന്നാ. ആ ചായയും ചൂടാറി.